ഹലോ ഓൾ ഗുഡ് മോർണിംഗ്, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അത് തന്നെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്ത ശേഷം ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഗ്ലോബൽ മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും വ്യാഴാഴ്ച നമുക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. 3 ദിവസത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റ് വീണ്ടും തുറക്കുകയാണ്. അപ്പോൾ വെള്ളിയാഴ്ച പല വേൾഡ് മാർക്കറ്റുകളിലും സെല്ലിംഗ് പ്രഷർ നിലനിന്നിരുന്നു. ഇപ്പോൾ നമുക്കിവിടെ യൂറോപ്യൻ മാർക്കറ്റ്സിൽ പൊതുവേ ഒരു സെല്ലിംഗ് പ്രഷർ 26-ാം തീയതി മാർക്കറ്റ് ക്ലോസിംഗിൽ ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലായി. ആൻഡ് 27-ാം തീയതിത്തെ US മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ തന്നെ മാർക്കറ്റിൽ അത്യാവശ്യം സെല്ലിംഗ് പ്രഷർ നേരിട്ടിരുന്നു. ഓക്കെ, അപ്പോൾ ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ തന്നെ 22 പോയിന്റ്സ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റി നമ്മുടെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിലവിൽ 9 പോയിന്റ്സ് ഡൗൺസ് ആണ്. അതായത് ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ഓപ്പണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാൻ തോന്നുന്നു. ഓക്കെ, ഗിഫ്റ്റ് നിഫ്റ്റി തന്നെ 9 പോയിന്റ്സ് ഡൗൺ ആണ്. അപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിങ്ങിലേക്കായിരിക്കും നമ്മൾ പോകുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത്. നിക്കി നോക്കുകയാണെങ്കിൽ 280 പോയിന്റ്സ് ഡൗൺ ആണ്. സ്ട്രേറ്റ് ടൈംസ് 2 പോയിന്റ്സ് അപ്സൈഡ് ആണ്. ഹാങ്സങ് 157 ടു തായ്വാൻ വെയിറ്റഡ് 546 പോയിന്റ്സ് അപ്സൈഡ് ആണ്. സോ ഏഷ്യൻ മാർക്കറ്റ്സ് നിലവിൽ ഓപ്പണായ മാർക്കറ്റുകൾ ഒരു മിക്സഡ് സിഗ്നലാണ് തരുന്നത്. ഇപ്പം പല മാർക്കറ്റ്സുകളും ഒന്ന് ഹാങ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ഒരു ലിറ്ററലി നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് എല്ലാ ഗ്ലോബൽ മാർക്കറ്റുകളിലും നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വലിയ അഗ്രസീവ് ട്രേഡിങ്ങിലേക്ക് ഇന്ന് പോകാതെ മാർക്കറ്റ് എങ്ങനെ വെള്ളിയാഴ്ചത്തെയും ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും ന്യൂസുകളിലേക്ക് റിയാക്ട് ചെയ്യുന്നു എന്നൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ഇറാനുമായിട്ടുള്ള ഡീൽസിൻ്റെ കാര്യത്തിൽ ചെറിയ വ്യക്തത, അങ്ങോട്ടും ഇങ്ങോട്ടും ഷിപ്സും പോർട്സിലേക്ക് ക്രമം നടന്നു എന്നുള്ള ന്യൂസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റ് എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യുന്നു എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിക്കി നോക്കുകയാണെങ്കിൽ നിലവിൽ 665 പോയിന്റ്സ് ഡൗൺ സൈഡാണ്. 300 പോയിന്റ്സ് വീണ്ടും താഴോട്ട് ഒരു സെല്ലിംഗ് പ്രഷർ വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും ഒരു സെല്ലിംഗ് പ്രഷർ ഇന്ന് എന്തായാലും മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. സോ അഗ്രസീവ് ട്രേഡിങ്ങിലേക്ക് പോകാതെ ഒന്ന് കാത്തിരിക്കുന്നത് തന്നെയാണ് ഇന്നത്തെ ദിവസം ബെറ്റർ. ഓക്കെ, അപ്പോൾ നിഫ്റ്റി നോക്കുക നിഫ്റ്റിയുടെ ഒരു ഇൻട്രാഡേ സെറ്റപ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ നിഫ്റ്റി നിങ്ങളിവിടെ ഒന്ന് സൂക്ഷ്മതയോടെ ശ്രമിക്കുക. ഈ ഒരു റേഞ്ച് 24,200 റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തി. നിഫ്റ്റിയുടെ ഒരു പ്രധാന ബൈയിങ് ഏരിയ ആയിരുന്നു, ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടുന്ന സോണാണ് 24,200 എന്ന് പറഞ്ഞ സോൺ. അത് ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തി. ബട്ട് മാർക്കറ്റ് ഫെയിൽ ചെയ്തു. ഡൗൺ സൈഡിലാണ് മാർക്കറ്റ് വ്യാഴാഴ്ച ക്ലോസ് ചെയ്തത്. ഓക്കെ, ഈ ഒരു സെല്ലിംഗ് പ്രഷർ നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു ക്യാൻഡിലിൻ്റെ എബോ ഈ ഒരു ഏരിയയ്ക്ക് മുകളിൽ മാർക്കറ്റ് ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. ബട്ട് മാർക്കറ്റിന് ആ ഒരു സ്ട്രെങ്ത്തോടെ ഇത് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വച്ചിട്ട് മുൻപോട്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് വന്ന ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇനി മാർക്കറ്റ് എങ്ങോട്ട് റിയാക്ട് ചെയ്യുമെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഈ ഏരിയ മാർക്കറ്റിൻ്റെ ഈ ഏരിയ, അതായത് 23,800 എന്നാണ് പറയുന്ന ഈ ഏരിയ. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് ഒരു മൂവ് ചെയ്താൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതായിട്ടില്ല. കാര്യം ഒരു തവണ ഈ ഏരിയയിൽ വന്ന് ലിക്വിഡിറ്റി എടുത്ത് പോയ സോണാണ്. ആൻഡ് മാർക്കറ്റ് ഇതിൻ്റെ നിയർ ബൈ സോണിൽ വന്ന് റിയാക്ട് ചെയ്തു, തിരിച്ച് കയറി. ആൻഡ് ഒരിക്കൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ഒന്ന് ഈ ഒരു ഏരിയയിലേക്ക് വന്നു, ശേഷം ഇവിടെ നിന്ന് നല്ലൊരു അഗ്രസീവ് ബൈയും മാർക്കറ്റിൽ തന്നിട്ടുണ്ടായിരുന്നു. സോ വീണ്ടും ഈ ഒരു സോണ് മാർക്കറ്റിൻ്റെ ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 23,780 ടു 890 എന്ന് പറയുന്ന ഈ സോണിൽ മാർക്കറ്റിൽ ഒരു ചെറിയ ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇവിടെ ബയേഴ്സിൻ്റെ സ്ട്രെങ്ത് ഉണ്ടാവുമോ ഇല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആൻഡ് ഈ ഒരു ഏരിയയിലേക്കായിരിക്കും നമ്മൾ ഇനി ഫോക്കസ് ചെയ്യേണ്ടത്. അടുത്ത സോൺ എന്ന് പറയുന്നത് ഈ ഗ്യാപ്പ് അപ്പ് വന്ന ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ ഈ 2 ഏരിയാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്കറ്റിൽ റിയാക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രൈസ് ആക്ഷൻ അനുസരിച്ചിരിക്കും മാർക്കറ്റ് തിരിച്ച് റിവേഴ്സൽ ആവുമോ അതോ ഡൗൺ സൈഡിലേക്ക് പോകുമോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻട്രാഡേ ലെവലിൽ ഞാൻ താഴത്തെ ലെവൽസ് എൻ്റെ ഒരു ഓവറോൾ പിക്ചറിൽ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇത്രയും ലെവൽസ് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിന് ശേഷം അതായത് മാർക്കറ്റ് 24,200 എന്ന് പറഞ്ഞ ഏരിയ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ അടുത്ത ഇനി ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്ന സോൺസ്, സെല്ലിംഗ് പ്രഷർ നേരിടാവുന്ന സോൺസ് എന്ന് പറയുന്നത് 24,590, 24,400 എന്ന് പറയുന്ന സോണിലേക്കായിരിക്കും. അപ്പോൾ ഇത്രയും സോൺസ് ഇൻട്രാഡേ ലെവലിൽ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നതനുസരിച്ച് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എന്താണ് എൻ്റെ വ്യൂ എന്നുള്ള കാര്യം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും പ്രധാനപ്പെട്ട ഡിമാൻഡ് സോൺസ് ഇത്രയാണ്. താഴത്തെ ഈ ലൈൻസ് ആണ് ഞാൻ വരച്ച് വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ മാർക്കറ്റ് റിയാക്ഷൻ അനുസരിച്ചിരിക്കും ഞാൻ പൊസിഷൻസ് ഒക്കെ എടുക്കുന്ന കാര്യങ്ങൾ ഞാൻ ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് 3 ദിവസത്തെ അവധിക്ക് ശേഷം ഒരുപാട് ന്യൂസസ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂസിനോടൊക്കെ മാർക്കറ്റ് റിയാക്ട് ചെയ്യില്ല എന്നുള്ളത് വേറെ കാര്യമാണ്. ഓക്കെ, അപ്പം യൂറോപ്പിൻ്റെ ഫോർമയ്ക്കാണെങ്കിൽ USFDA ഇൻസ്പെക്ഷൻ നടന്നു എന്നുള്ള ന്യൂസുണ്ട് ആന്ധ്രാപ്രദേശിൽ. പിന്നെ ഇൻഡോക്കോ റെമഡീസിനാണെങ്കിൽ ഇതാണ് ദ മാൾട്ട മെഡിസിൻസ് അതോറിറ്റി ഒരു ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുള്ള ന്യൂസുണ്ട്.
അപ്പം ഇങ്ങനത്തെ പല ഇൻസ്പെക്ഷൻ ന്യൂസസും ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പിന്നെ BML-നാണെങ്കിൽ ഒരു അഡീഷണൽ എക്സ്പോർട്ട് ഓർഡർ $5.35 million ഒരു എക്സ്പോർട്ട് ഓർഡർ മിഡിൽ ഈസ്റ്റിനാണ് ഹെവി എർത്ത് മൂവിങ് എക്യുപ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടെന്നുള്ള ന്യൂസുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ന്യൂസസ് കമ്പനികളിൽ വരുന്നുണ്ട്. പിന്നെ ലൂപ്പിന് പുതിയൊരു ഡ്രഗിൻ്റെ US FDA അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതായത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് വേണ്ടിയിട്ടുള്ളൊരു മരുന്നിൻ്റെ അപ്രൂവലാണ് ലൂപ്പിന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ന്യൂസസ് ഒരുപാട് ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ എങ്ങനെ ഇതൊക്കെ റിയാക്ട് ചെയ്യുമെന്നുള്ള സംശയം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ന്യൂസ് തന്നെ ഇന്നത്തെ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ലൈറ്റിങ്ങിന് പുതിയൊരു ഓർഡർ 459 കോടിയുടെ പുതിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓർഡറോട് കൂടി 1034 കോടിയായി ട്രാൻസ്ഫറിൻ്റെ പുതിയ ഓർഡേഴ്സ് എല്ലാം ഈ വർഷത്തെ. പിന്നെ അശോക ബിൽക്കോൺ ആണെങ്കിൽ പുതിയൊരു ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. $35.42 million സെൻട്രൽ ഹൗസിംഗ് ആൻഡ് പ്ലാനിംഗ് അതോറിറ്റി ഗുയാനയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇങ്ങനത്തെ ന്യൂസസ് ഇന്നത്തെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് എന്തായാലും വാച്ച് ചെയ്യാം. എടുത്ത് ചാടി വലിയ എൻട്രികളിലേക്ക് പോകാതെ നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ച ശേഷങ്ങൾ മാത്രം നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, അപ്പം അതുവരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് ഇന്നത്തെ ഒരു മോർണിംഗ് റിയാക്ഷൻ നോക്കിയ ശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.